നല്ല പൊടിയിടലയും രാമശ്ശേരി ഇഡലിയും സാമ്പാർ ഇഡലിയും അങ്ങനെ ഇഡ്ഡലിയുടെ ഒരുപാട് വെറൈറ്റീസും ദോശയുടെ ഒരുപാട് വെറൈറ്റീസും ഒക്കെ കിട്ടുന്ന പ്രിയയുടെയും ഹസ്ബൻഡ് പ്രവീണിന്റെയും കുഞ്ഞു തട്ടുകടയിലാണ് കേട്ടോ ഇന്ന് ഞങ്ങളുള്ളത്. പിന്നെ ഇതൊന്നും കൂടാതെ ഇവിടെ സേമിയ കേസരി ഉണ്ടല്ലേ പ്രിയ? സേമിയ കേസരി ഉണ്ട്. ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ചക്കയും മാങ്ങയൊക്കെ ചേർത്ത കേസരിയാണുള്ളത് അല്ലേ. പൊടിയിടലിയും കട്ടനുമെന്ന് പേരുള്ള ഈ കുഞ്ഞു തട്ടുകടയിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ രുചി കൊണ്ട് തന്നെ ആയിരിക്കാം ഈ തട്ട് തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഇവിടെ അസാധ്യ തിരക്ക്. ഇവർ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഈ ഇഡലിപ്പൊടിയും പിന്നെ നെയ്യും ഒക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ ചേർത്താണ് കേട്ടോ ഇവരിവിടെ പൊടിയിഡലി തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇഡലിപ്പൊടി മുക്കി എണ്ണയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ തന്നെ അപാര രുചിയാണല്ലേ. ഇത് പിന്നെ പറയണ്ടല്ലോ, നെയ്യൊക്കെ തൂവി പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് തരുന്ന ഒരു സ്പെഷ്യൽ പൊടിയിടലിയാണ്. നല്ല സ്വാദുണ്ട് കേട്ടോ. ഇതായി നെയ്റോസ്റ്റ് ഉണ്ടോ? ഇത്ര വലിയ നെയ്റോസ്റ്റിന് 70 രൂപയുള്ളൂ കേട്ടോ. കൂട്ടാനായിട്ട് ഒരു വെറൈറ്റി സാമ്പാറാണ് കേട്ടോ ഇവരുടെ. പിന്നെ ചട്നിയുണ്ട്, മുളക് ചട്നിയുണ്ട്, രസവടയുണ്ട്. ഇവര് മധുരയിൽ നിന്ന് നേരിട്ട് എടുത്തുകൊണ്ട് വരുന്ന നല്ല നെയ്യ്, ഓർഗാനിക് നെയ്യ് ഉപയോഗിച്ചാണ് നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരുപാട് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിപ്പറേഷൻ. അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും കഴിച്ചു നോക്കാം. നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 7:30 സമയമൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. നല്ല മൊരാന്ന് ഫ്രൈഡ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടത്? ആഹാ, നല്ല നെയ്യുടെ സ്മെല്ലൊക്കെ ഉണ്ട്. ഞാൻ ചട്നി, ഈ മുളക് ചട്നി ആദ്യം കൂട്ടാട്ടോ. നല്ല എരിവുള്ള ചട്നി. ആ നെയ്യും നല്ല എരിവും കൂടെ ആയപ്പോ നല്ല സ്വാദ്. ചേച്ചി സ്ഥിരം കഴിക്കാറുള്ള അല്ലേ? എന്താ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ്? ഗീ പൊടി ദോശ. അത് അടിപൊളിയാണല്ലേ? ആണല്ലേ? എന്നിട്ട് കേസരി ആണ്. കേസരിയും സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലേ? ഇതാണ് കേട്ടോ ഇവിടുത്തെ രാമശ്ശേരി ഇഡ്ഡലി. രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ ഇനിയും രാമശ്ശേരി വരെ പോകണ്ട കേട്ടോ. നമുക്ക് തിരുവനന്തപുരത്തും രാമശ്ശേരി ഇഡ്ഡലി കിട്ടും. അത് ഈ കുഞ്ഞു തട്ടുകടയില് ഒരുപാട് പൊടികൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ ചട്ടിപ്പൊടി എന്തൊക്കെയോ പ്രിയ പറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 സൈസ് പൊടികൾ ചേർത്തിട്ടാണ് നെയ്യൊക്കെ ഒഴിച്ചാണ് തന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ രാമശ്ശേരി ഇഡ്ഡലി ഇതുവരെ കഴിച്ചിട്ടില്ല, ഒന്ന് കഴിച്ചു നോക്കാം. ഇവരുടെ സാമ്പാർ ഒരു സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. കളർ കുറവാണെന്നുള്ളത്, നല്ല ടേസ്റ്റാണ്. അധികം എരിവൊന്നും ഇല്ലാത്ത കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കൊള്ളാം കേട്ടോ. ഈ ഇഡലിപ്പൊടിയും അതിന്റെ മേളിൽ നെയ്യും എല്ലാം കൂടെ ചേർന്ന് സാമ്പാറും ചട്നിയും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല രുചിയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്ക് നടയിലായിട്ട് ഭജനപുര കൊട്ടാരത്തിന്റെ എതിർവശത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ആർച്ചിന്റെ തൊട്ടു താഴെയായിട്ടാണ് ഈ കുഞ്ഞു തട്ടുകടയുള്ളത്.